അതെ അതെ, രേണു പറയുന്നതാണ് എല്ലാം ശരി. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു ടാസ്ക് നടന്നു. അതൊരു ഡിബേറ്റ് ആയിരുന്നു. അങ്ങനെ ഇവർ ഓരോ ടോപ്പിക്ക് കൊടുത്തു ബിഗ് ബോസ്. ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിൽ ഡിബേറ്റ് ചെയ്ത് മത്സരിച്ച് ജയിക്കുക. ആ ജയിക്കുന്ന ആൾക്ക് 150 പോയിന്റ് വെച്ചാണ് ബിഗ് ബോസ് കൊടുക്കുന്നത്. അത് അവർക്ക് പണിപ്പുരയിൽ പ്രവേശിച്ച് അവരുടെ സാധനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അങ്ങനെ നമ്മുടെ രേണുവിനെയും ഡോക്ടർ വിന്നീനെയുമാണ് ബിഗ് ബോസ് സെലക്ട് ചെയ്തത്. ഇവർക്ക് കിട്ടിയ ടോപ്പിക് എന്ന് പറയുന്നത് ശുചിത്വം എന്നത് സാഹചര്യങ്ങളെ ആസ്പദമാക്കിയല്ല എന്നും ശുചിത്വം എന്നത് സാഹചര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് എന്നും വാദിക്കണം. അങ്ങനെ ആ പോയിന്റ് വാദിക്കേണ്ടത് ഒന്ന് ഡോക്ടർ വിന്നയും ഒന്ന് രേണുസുതിയാണ്. ഇതിന്റെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരുന്നു. ഏറ്റവും വൃത്തിയുള്ളവരാരാണ്, ഏറ്റവും വൃത്തിയില്ലാത്തവരാരാണ് എന്നൊക്കെ ചോദിച്ച് ഇവരെ സെലക്ട് ചെയ്തു. അതിനകത്ത് ഏറ്റവും വൃത്തിയില്ലാത്ത ആൾക്കാരുടെ ഗണത്തിൽപ്പെട്ട ഒരാളായിരുന്നു രേണുസുതി. ഏറ്റവും വൃത്തിയുള്ള ആളായിട്ട് എല്ലാവരും സെലക്ട് ചെയ്തത് വിന്നീനെയായിരുന്നു. അങ്ങനെ വിന്നിക്ക് പ്രത്യേകം സമ്മാനങ്ങളൊക്കെ ബിഗ് ബോസ് കൊടുത്തിരുന്നു. അതിനുശേഷം ബിഗ് ബോസ് തന്നെ ഈ ഒരു ടാസ്ക് കൊടുത്തത്. അപ്പോൾ ഇത് 7ന്റെ പണിയല്ല ഇവർക്ക് കൊടുത്തത്, 8ന്റെ പണിയാണ്. ഇവർ ഡിബേറ്റ് ചെയ്തതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും കൊടുത്ത ടോപ്പിക്ക് ഓരോരുത്തർ അവരെ എന്തൊക്കെ ചെയ്യുന്നു അതിനെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞത് എന്താണോ ബിഗ് ബോസ് ഹൗസിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവരെ ഓരോരുത്തരെയും ഡിബേറ്റ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് ക്ഷണിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വൃത്തി എന്ന പേരിൽ സമ്മാനം മേടിച്ച് വിന്നി തന്നെ വൃത്തി എന്നത് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല എന്നും വാദിക്കണം. ഏറ്റവും വൃത്തി കുറവുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട രേണു വൃത്തി എന്നത് സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നും വാദിക്കണം. അങ്ങനെയാണ് വാദിക്കേണ്ടത്. അപ്പം ഡോക്ടർ വിന്നി കുറേ വാദിച്ചു. ഈ ഡിബേറ്റ് 2 മിനിറ്റാണ് നീളുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞപ്പം വിന്നി അവസാനിപ്പിച്ചു, അടുത്ത രേണു ആരംഭിച്ചു. രേണു ഈ ഡിബേറ്റ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വിന്നിക്ക് കൊടുക്കുന്ന ഒരു മറുപടി ആയിട്ടാണ് രേണു ഈ പോയിന്റുകളെല്ലാം പറഞ്ഞത്. ടോപ്പിക്ക് അതല്ല, ഇവർ ടോപ്പിക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടാണ് സംസാരിച്ചിരുന്നത്. അത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാൻ, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ചേച്ചി ലുക്കാണ് മാറ്റിയത്, ഫുൾ ചേച്ചി ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സാഹചര്യം നമ്മളാണ് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ചേച്ചിയുടെ കാല് വേണ്ടി ഏത് പൊട്ടിയിരിക്കുകയാണ്. എല്ലാവർക്കും മോയ്സ്ചറൈസർ കൊടുത്തിട്ടുണ്ട്. ചേച്ചിക്ക് അതിന്റെ പെയിന്റ് ചേച്ചി പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ വിട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഒരു അസുഖക്കാരി എന്ന നിലയിലേക്ക് ചേച്ചിക്ക് വരേണ്ടി വന്നത്. ശുചിത്വം കൂടെ നമ്മളതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ തുടർന്ന് മറ്റുള്ളവരിലേക്കും അത് സ്പ്രെഡ് ആവാം. ബാക്കിയുള്ളവർക്കും അത് ഏതെങ്കിലും രീതി അറിഞ്ഞോ അറിയാതെ ബാധിക്കപ്പെടാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വരുന്നത് 1 മാസം മുന്നെയാണ് ഞാൻ എക്സ്റ്റൻഷൻ വെച്ചിരുന്നത്. എക്സ്റ്റൻഷൻ വെച്ചപ്പോൾ എനിക്ക് ഈ ചെറിയ ടിപ്പുകൾ ക്ലിയർ പറ്റില്ല. എക്സ്റ്റൻഷന്റെ സാധനങ്ങൾ, അതായത് ഈ ഒരു കട്ട പോലത്തെ സാധനങ്ങളാണ് വെച്ചിരുന്നത്. അതിങ്ങനെ ഊരി പോകുന്ന കഴിക്കാന്ന് പറഞ്ഞ് നമ്മുടെ കടത്തിൽ ഞാൻ പറയുന്നത് എന്റെ എക്സ്റ്റൻഷൻ എല്ലാം കാണാൻ വരുന്നുണ്ട്, ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്. എനിക്കൊന്നും അത് തേൻ പോലാണ് ഇരിക്കുന്നത്. സത്യമാണ് എന്ന് ഞാൻ സൈറ്റ് എന്ന് പറഞ്ഞു. കാര്യം ഈ പൊക്കോണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല. അതെ, പുള്ളിക്കാരി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാണ്. മുടി എക്സ്റ്റൻഷൻ ചെയ്തതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയാണ്. അതിനുശേഷം പറഞ്ഞു വെക്കുന്നതാണ്, പുളിയൊക്കെ നമ്മുടെ സിറ്റുവേഷൻ, നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ കുടിക്കാൻ കുറച്ചാൽ നിന്നേ പറ്റത്തുള്ളൂ. വെള്ളം കണ്ടുകൊണ്ട് നമ്മൾ കഴിക്കണം. അല്ലെങ്കിൽ കുളം ഉണ്ടാക്കി വെച്ചോ. നമ്മൾ കുറച്ച് ചാടാൻ അറിയാത്ത എന്താ ചെയ്യും? നമ്മൾ ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. നമ്മൾ എന്തായാലും ഇങ്ങനെ എല്ലാവരും ഇവിടെയുള്ള ഇങ്ങനെ എന്റെ ആറ്റിറ്റ്യൂഡാണ്. എന്റെ ചോറക്കാരി എന്നെ ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് കാണിച്ചത്. സോ അതൊക്കെ ഞാൻ ആസ്വദിക്കുന്നതാണ്. വെള്ളമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നാണ് രേണു പറയുന്നത്. അതോടൊപ്പം വെള്ളം വരുന്നോടം വരെ വെയിറ്റ് ചെയ്യണം, കുളിക്കുകയോ നനയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് രേണു പറയുകയാണ്. തലയിൽ ഞാനിങ്ങനെ മാന്താറുണ്ട്. അത് സാധാരണ എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്നതെന്നാണ് രേണു പറയുന്നത്. അതിലെല്ലാ വീട്ടമ്മമാരെയും രേണു ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. രേണുവിൻ്റെ കാര്യം പറഞ്ഞാൽ മതി. എല്ലാ വീട്ടമ്മമാരും തലയിൽ പേനും വളർത്തി അങ്ങനെ അടുക്കളയുടെ മാതി പെറുക്കി നടക്കുമൊന്നുമല്ല. രേണു നടക്കുന്നുണ്ടെങ്കിൽ അത് രേണു നടക്കുന്നുണ്ട് എന്ന് പറയുക. അപ്പോൾ തലയിൽ ഇങ്ങനെ പേര് വരുന്നതൊക്കെ സാധാരണ കാര്യമാണ്. അതൊക്കെ ചീകിയൊക്കെ കളയുക. അതിന് രേണു പറയുന്നത് പ്രത്യേകമായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കണമായിരുന്നു, എടുത്താൽ മാത്രമാണ് എനിക്കിത് പേൻ കൊല്ലാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ തല ഈരത്തില്ലാത്തത് കൊണ്ടും തല വൃത്തിയായിട്ട് ചീകി വൃത്തിയാക്കാത്തതിൻ്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതല്ലാതെ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊക്കെ തലയിൽ പേൻ കളയേണ്ട ആവശ്യകതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അനു പറയുന്നതിനെ കുറിച്ച് രേണു പറയാണ്, എന്നോട് പേഴ്സണലായിട്ട് പറയേണ്ട കാര്യങ്ങൾ പേഴ്സണലായിട്ട് പറയാതെ പബ്ലിക്കായിട്ട് പറഞ്ഞു എന്നുള്ള കാര്യമാണ് രേണു പറയുന്നത്. എൻ്റെ പേനൊക്കെ വരിവരിയായിട്ട് എൻ്റെ നെറ്റിയിലിരിക്കുന്നു എന്നൊക്കെയാണ്. ആ സമയത്തൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പേനുള്ള വിവരം രേണുവിനോട് പേഴ്സണലായിട്ട് പറയണം എന്ന് രേണു ആഗ്രഹിക്കുകയാണ്. അതിൽ തെറ്റൊന്നുമില്ല. കാരണം നമ്മളതിൽ ആഗ്രഹിക്കില്ല, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് എൻ്റെ തലേ മൊത്തം പേനാണെന്ന് ഒരാൾ പറഞ്ഞാൽ നമുക്ക് നാണംകേടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള രേണു ഇത് പേഴ്സണലായിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വീട് വെച്ച് തന്ന ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾക്ക് സ്ഥലം തന്ന ആ ബിഷപ്പ്, അതോടൊപ്പം നിങ്ങളുടെ വീടിൻ്റെ മതിൽ പണിത് തന്ന മറുനാട്, ഇവരോടൊക്കെ എന്നാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കത്തില്ലായിരുന്നോ? എന്തിനാണ് അവരെ പബ്ലിക് പ്ലാറ്റ്ഫോമായ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അവരെ വലിച്ചു കീറി ഒട്ടിച്ചത്? എന്നിട്ട് നിങ്ങളിപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ലോകക്കാർ മൊത്തം കാണുന്നു. ഞാൻ 34 വയസ്സുള്ള ഒരു പെണ്ണല്ലേ, എന്നോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അവൾ എന്നോട് വ്യക്തിപരമായി പറയണമായിരുന്നു. ഇത് തന്നെയല്ലേ എല്ലാവരും ചോദിച്ചിരുന്നേ. നിങ്ങൾ വ്യക്തിപരമായി പറയേണ്ട കാര്യങ്ങൾ വ്യക്തിപരമായി പറയാതെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് ഓരോ ചോദ്യങ്ങൾ ചോദിപ്പിച്ച് ഇതെല്ലാം പറയിപ്പിച്ചിട്ട് അവരെ നാണം കെടുത്തിയിട്ട് നിങ്ങൾ ബിഗ് ബോസിൽ വന്നപ്പോൾ ഇതൊക്കെ രഹസ്യമായിട്ട് പറയണമെന്ന് പറഞ്ഞാൽ ന്യായമാണോ?
അത് ന്യായമായ കാര്യമാണോ രേണുവിൻ്റെ ഭക്തജനങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരും, അയ്യോ ഞങ്ങളുടെ രേണു ചേച്ചി അങ്ങ് പറക്കുകയാണ്, ഫയറല്ല പയറാണ്. എന്തായാലും ഒരു രസകരമായ ഒരു വീഡിയോ കൂടെ ഞാനകത്ത് ആഡ് ചെയ്യാം. 14 വയസ്സുള്ള ഒരു പെണ്ണല്ലേ ഞാൻ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അനുമോൾക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ മാറ്റി നിർത്തിയല്ലേ പറയുന്നത്. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ആദ്യത്തെ പ്രാവശ്യം വരെ കിട്ടി, അത് ക്ഷമിച്ചു. അപ്പം നിങ്ങൾക്ക് അറിയാലോ, പ്രഷർ എല്ലാം കണ്ടല്ലോ, അത് ഞാൻ ക്ഷമിച്ചതാണ്. ഇത് വിഷമം വരത്തില്ലേ ഇങ്ങനെ പേനുണ്ടെന്നൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞു വേറെ. അതെ, ഫയറാന്ന് പറഞ്ഞ് ചേച്ചി ഇപ്പോൾ അവിടെ പേൻ പെറുക്കി ടോ എന്ന് പൊട്ടിച്ചോണ്ടിരിക്കുക, കയ്യിലിങ്ങനെ ഊരി എടുത്തിട്ട് പേനിങ്ങനെ കൊന്നോണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇത് തിരിച്ചടിയായിട്ട് വന്നതാണ്. രേണുസുതി ക്രിസ്ത്യാനിയാണ്. രേണുസുതി വായിക്കുന്ന ബൈബിളില് ദൈവം അയച്ച ബാധകളിൽ ഒന്നാണ് പേൻ. അത് നിങ്ങളുടെ തലയിൽ ഇതുപോലെ വന്ന ആ പേൻ കൊണ്ട് തന്നെ നിങ്ങളെ നാണം കെടുത്തി നിങ്ങൾ. അതെന്തുകൊണ്ടാണ്? അതാണ് കർമ്മ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ഇതിൽ സ്വകാര്യമായി വെക്കണം എന്ന് ആഗ്രഹിച്ചോ ആ കാര്യം തന്നെ ലോകം മൊത്തം നിങ്ങൾക്കെതിരെ പറയുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരം ചെയ്ത ആൾക്കാർ ചെയ്തു തന്ന കാര്യങ്ങൾ നിങ്ങൾ അവരെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തോ ഏതെങ്കിലും മാർഗം ഉപയോഗിച്ച് അവരോട് സംസാരിച്ചോ പരിഹരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് അവരെ നാണം കെടുത്തുന്നതായും അവരുടെ ബിസിനസ്സൊക്കെ തകർക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ച് അതിനെ കൊളാക്കി ചളാക്കി കൊടുത്തു. അതിന് പകരം ദൈവം തന്ന ശിക്ഷയാണ് അങ്ങോട്ട് കരുതിയാൽ മതി. ഇത് ഞാൻ പറയുന്നത് രേണുസുതി ഭക്തജനങ്ങളോടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.